ദുരന്തറിന് ഒരു മൂന്നാം ഭാഗം വരുന്നു. CID മൂസ 2 അടുത്ത വർഷം റിലീസിനെത്തും. സോ ഹേ എവരിവൺ, ഐ ആം എ ഹ്യൂമൻ ഹിയർ. CID മൂസ 2 അടുത്ത വർഷം. സോ ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, CID മൂസയുടെ ഡയറക്ടറായിട്ടുള്ള ജോണി ആൻ്റണി തന്നെയാണ്. അപ്പോൾ CID മൂസ 2 2027 റിലീസിന് എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ദിലീപിൻ്റെ മറ്റൊരു ഹിറ്റ് പടമായിട്ടുള്ള റൺവേ, അതിനും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എത്രയൊക്കെ സെക്കൻഡ് പാർട്ട് വന്നാലും പഴയ ലെജൻസ് ഉണ്ടാക്കിയ ആ ഒരു ഓളം ഈ സെക്കൻഡ് പാർട്ട് വഴി ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ നിൽക്കുന്നൊരു ചോദിച്ചത്. ദുരന്തർ 3. സോ ദുരന്തർ 2 ഇറങ്ങുന്നതിന് മുമ്പ് ദുരന്തർ 3യുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രൺവീർ സിംഗിൻ്റെ ഒരു വമ്പൻ പടം, അതുപോലെ തന്നെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ കത്തി നിൽക്കുന്ന ഒരു പടം കൂടിയാണ് ദുരന്തർ. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആദിത്യ ധറിനോട് ഇതിൻ്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആക്കാൻ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ജിയോ സ്റ്റുഡിയോസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പടം ഇറങ്ങാൻ 4 ദിവസം ബാക്കിയുള്ളപ്പോൾ തന്നെ പടം 150 കോടി പ്രീ സെയിൽസ് ബുക്കിംഗ് നേടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പടം ഒരു തൂക്ക് തന്നെ തൂക്കും. രാജമാണിക്യം ടീം വീണ്ടും വരുന്നു. സോ രാജമാണിക്യം, അണ്ണൻ തമ്പി എന്നീ പടങ്ങൾക്ക് ശേഷം അൻവർ റഷീദ് മമ്മൂട്ടി കോംബോ വീണ്ടും വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് എത്തുന്നത്. ആൻഡ് ക്യൂബ് എൻ്റർടൈൻമെൻ്റ് ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രഖ്യാപനം വൈകാതെ തന്നെ വരും. അതുപോലെ തന്നെ നേരത്തെ ഖാലിദ് റഹ്മാൻ സംവിധായകനായിട്ട് പ്രഖ്യാപിച്ച ക്യൂസ് എൻ്റർടൈൻമെൻറ്റ് പ്രൊജക്റ്റിലേക്കാണ് അൻവർ റഷീദ് എത്തുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നത്. ഹോം, കത്തനാർ എന്നീ പടങ്ങൾക്ക് ശേഷം റോജിൻ തോമസ് ഒരുക്കുന്ന പടത്തിൽ മോഹൻലാലാണ് നായകൻ. സോ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ വിജയ് ബാബു ആണ്. ആൻഡ് കത്തനാറിൻ്റെ റിലീസിന് ശേഷം മാത്രമേ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് എത്തുന്നത്. അതുപോലെ കത്തനാറിൽ ഒരു ക്യാമിയോ വരെ ലാലേട്ടനും വരുന്നുണ്ട്.